ഭർത്താവിനെ സന്തോഷിപ്പിക്കുക, അത് നിലനിർത്താൻ കഴിയണം. അതൊരു സൗഭാഗ്യം. അസ്മാ ബിൻത് ഖാരിജത്ത് റളിയല്ലാഹു തആല അൻഹ തന്റെ മകളെ കെട്ടിച്ചയക്കുമ്പോൾ മകൾക്ക് കൊടുക്കുന്ന ഉപദേശം, ഉമ്മമാര് മക്കളെ കെട്ടിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ട ഉപദേശങ്ങളുണ്ട്. നേരത്തെ പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. വിവാഹിതയായി വിവാഹം കഴിച്ച് പറഞ്ഞയക്കുന്നതിന് മുമ്പ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട മര്യാദകളുണ്ട്. ബഹുമാനപ്പെട്ട അസ്മാ ബിൻത് ഖാരിജത്ത് റളിയല്ലാഹു തആല അൻഹ തന്റെ മകളെ കെട്ടിച്ചയക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞു കൊടുക്കുന്ന ചരിത്രം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. മകളോട് പറയാണ്, മോളെ, നീ ഇന്ന് വരെ ജീവിച്ച് നിന്റെ ഉപ്പാന്റെയും ഉമ്മാന്റെയും കൂടെയാണ്. ഇന്നതാ ഭർത്താവിന്റെ വീട്ടിലേക്ക് നിന്നെ മാറ്റി പാർപ്പിക്കുകയാണ്. അക്കാലത്തൊക്കെ അങ്ങനെ, നിങ്ങളുടെ നാട്ടിലും അങ്ങനെ. ഇവിടെ ജനിച്ച വീട്ടിൽ തന്നെ മരിക്കോളാം. അങ്ങനെ ഒരു ഭാഗ്യം നമ്മളെ പെണ്ണുങ്ങൾക്ക് എവിടെയും പോണ്ട. ഖാരിജത്തുൽ ഫിസാരിയുടെ മകൾ അസ്മാ റളിയല്ലാഹു തആല അൻഹയുടെ മകൾ പറഞ്ഞു കൊടുക്കുകയാണ്, മോളെ, നീ പോകുന്നത് എങ്ങോട്ടാണ്? ഭർത്താവിന്റെ വീട്ടിലേക്കാണ്. നിനക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. നീ അവിടെ എത്തിക്കഴിഞ്ഞാൽ കൂനീ ലഹു അർളാ, നീ നിന്റെ ഭർത്താവിനിക്ക് ഭൂമിയാവണം. നീ നിന്റെ ഭർത്താവിനിക്ക് ഭൂമിയാവണം. എന്നാൽ യകുല്ലക സമാ, ഭർത്താവ് നിനക്കൊരു ആകാശമാകും. നീ ഭൂമിയാവുക, എന്നാൽ ഭർത്താവ് നിനക്കൊരു ആകാശമാകും. എന്തൊരാലങ്കാരികമായ പ്രയോഗമാണ്. അതുപോലെ വകൂനി ലഹു മിഹാദാ, നീ ഭർത്താവിനിക്ക് ആശ്വാസം പകരുന്ന തൊട്ടിലാവുക. കുട്ടികളെ താരാട്ട് പാടുന്ന തൊട്ടിൽ, അതുപോലെ ശാന്തി നൽകുന്ന തൊട്ടിലാവുക. നീ ഭർത്താവിനിക്കൊരു തൊട്ടിലായാൽ യകുല്ലകി ഇമാദാ, ഭർത്താവ് നിനക്കൊരു തൂണാകും. ഒരു തൂണുണ്ടെങ്കിലേ തൊട്ടിലെ കെട്ടാൻ പറ്റുകയുള്ളൂ. ഭർത്താവ് നിനക്കൊരു തൂണാകും. അതുകൊണ്ട് മോളെ, നീ ഭർത്താവിനിക്കൊരു തൊട്ടിലാവണം, എന്നാൽ ഭർത്താവ് നിനക്കൊരു തൂണാകും. നീ ഭർത്താവിനിക്ക് ഭൂമിയാവണം, എന്നാൽ ഭർത്താവ് നിനക്ക് ആകാശമാകും. വകൂനി ലഹു അമതൻ, നീ ഭർത്താവിന് മുമ്പിൽ ചെന്നാൽ ഭർത്താവിന്റെ മുമ്പിൽ ഒരു അടിമപ്പെണ്ണാവണം, ഒരു ദാസിയാവണം. അങ്ങേയറ്റത്ത് അനുസരണമുള്ള ദാസിയാവണം. എന്നാൽ യകുല്ലകി അബ്ദുൻ, അവൻ നിനക്കടിമയാകും. നീ ദാസിയാകുമ്പോൾ നിന്റെ ഭർത്താവ് ഒരടിമയാകും നിനക്ക്. നീ ഭൂമിയാകുമ്പോൾ ഭർത്താവ് നിനക്ക് ആകാശമാകും. നീ തൊട്ടിലാകുമ്പോൾ ഭർത്താവ് നിനക്കൊരു താങ്ങാകും എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ബഹുമാനപ്പെട്ട അസ്മാവ് പറയുകയാണ്, മോളെ, വഹ്ഫളീ അൻഫഹു വസംഅഹു വഅയ്നഹു, ഭർത്താവിന്റെ മൂക്കിനെ നീ കാത്തു സൂക്ഷിക്കണം. ഭർത്താവിന്റെ കണ്ണിനെ കാത്തു സൂക്ഷിക്കണം. ഭർത്താവിന്റെ ചെവിയെ നീ കാത്തു സൂക്ഷിക്കണം. മോളെ, അത് നിന്റെ ബാധ്യതയാണ്. ഭർത്താവിന്റെ കണ്ണിനെ സൂക്ഷിക്കണം, മൂക്കിനെ സൂക്ഷിക്കണം, കാതിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഫലാ യശുമ്മു മിൻക ഇല്ലാ ത്വയ്ബാ, ഭർത്താവ് ഒരിക്കലും സുഗന്ധമല്ലാതെ നിന്നിൽ നിന്ന് മണക്കാൻ പാടില്ല. ഏത് സമയത്ത് ഭർത്താവിന്റെ മുമ്പിൽ വരുമ്പോഴും നല്ല സുഗന്ധം അടിച്ചു വീശണം. ഭർത്താവ് സുഗന്ധമല്ലാതെ നിന്നിൽ നിന്ന് മണക്കാൻ പാടില്ല. അതുപോലെ വലാ യസ്മഉ മിൻക ഇല്ലാ ഹുസ്നാ, ഭർത്താവിന്റെ മനസ്സിനെ കുളിരണീപ്പിക്കുന്ന, ഭർത്താവിന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന നല്ല വാക്കുകളല്ലാതെ ഭർത്താവ് കേൾക്കാൻ പാടില്ല. വലാ യൻദുറു മിൻക ഇല്ലാ ജമീലാ, അഴകല്ലാതെ സൗന്ദര്യമല്ലാതെ ഭർത്താവിന്റെ കണ്ണുകൊണ്ട് കാണാൻ ഇടവന്നുകൂടാ. എന്തൊരു ഉപദേശമാണ്, എന്തൊരു ഉപദേശമാണ്. ഭർത്താവിന്റെ മൂക്കിനെ കാക്കണം, സുഗന്ധമല്ലാതെ ഭർത്താവിനിക്കൊരിക്കലും അനുഭവപ്പെടരുത്. ഭർത്താവിന്റെ കണ്ണിനെ കാക്കണം, സൗന്ദര്യമല്ലാതെ നിന്നിൽ നിന്ന് കാണരുത്. ഭർത്താവിന്റെ കാതിനെ കാക്കണം, നല്ല കേൾക്കാൻ സുഖമുള്ള വാക്കുകളല്ലാതെ നിന്നിൽ നിന്ന് കേൾക്കരുത്. അതാണ് സ്നേഹമുണ്ടാക്കാനുള്ള വഴി. കാണുന്നത് മുഴുവനും സൗന്ദര്യം, കേൾക്കുന്നത് മുഴുവനും സന്തോഷമുണ്ടാക്കുന്ന മധുരമൊഴികൾ, തേൻമൊഴികൾ. അങ്ങനെ തേൻമൊഴികളെ കൊണ്ട് ഭർത്താവിന്റെ കാതുകളെയും, സൗന്ദര്യം കൊണ്ട് തന്റെ ഭർത്താവിന്റെ കണ്ണിനെയും, അതുപോലെ തന്നെ സുഗന്ധം കൊണ്ട് തന്റെ ഭർത്താവിന്റെ മൂക്കിനെയും നീ കാത്തു സൂക്ഷിക്കണം. അസ്മാ ബിൻത് ഖാരിജത്ത് തന്റെ മകൾക്ക് കൊടുക്കുന്ന ഉപദേശമാണ്. എന്തൊരു നല്ല ഉപദേശമാണ്. ആലോചിച്ചു, ഭർത്താവിന്റെ മുമ്പിൽ എപ്പോഴും നല്ല മണം, നല്ല സുഗന്ധം. ഭർത്താവ് വീട്ടിലുള്ളപ്പോൾ എപ്പോഴും കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ച് അണിഞ്ഞൊരുങ്ങിയിരിക്കണം. സ്വർണമെന്ന് പറയുന്നത് പെണ്ണുങ്ങൾക്ക് ഹലാലാക്കിയത് അതിനു വേണ്ടിയാണ്. പുരുഷന്മാർക്ക് സ്വർണം ഹറാമാണ്, സ്ത്രീകൾക്ക് സ്വർണം ഹലാലാണ്. എന്തിനാണ് ഈ സ്വർണം? ആരാന്റെ മുമ്പിലേക്ക് കെട്ടിപ്പോവാനല്ല, സ്വന്തം ഭർത്താവിനെ ആകർഷിക്കാനാണ്. നമ്മളെല്ലാം വിപരീത. ആരാന്റെ മുമ്പ് പോകുമ്പോൾ ആ സ്വർണം കെട്ടല് അല്ലേ? സത്യത്തിൽ ഇസ്ലാം അനുവദിക്കുന്ന ആർക്കാണ്? ഭർത്താവിന്റെ കണ്ണിന് കുളിര് നൽകാൻ,
ഭർത്താവിന് ആസ്വദിക്കാനാണ് സ്വർണം. പട്ടുവസ്ത്രം പുരുഷന്മാർക്ക് ഹറാമാണ്, പക്ഷേ പട്ടുവസ്ത്രം പെണ്ണുങ്ങൾക്ക് ഹലാലാണ്. എന്തുകൊണ്ട്? തന്റെ ഭർത്താവിനെ ആകർഷിപ്പിക്കാൻ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഈ ആകർഷണം നിലനിൽക്കേണ്ടത് ലോകത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്, കുടുംബ ബന്ധത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. അതുകൊണ്ട് ശറഅ് അവർക്ക് സ്വർണം ഹലാലാക്കുന്നു, പട്ടുവസ്ത്രം അത് അവർക്ക് ഹലാലാക്കുന്നു, പുരുഷനത് ഹറാമുമാണ്. ഈ ബന്ധം നിലനിൽക്കേണ്ടത് കുടുംബ ബന്ധത്തിന്റെ അനിവാര്യതയ്ക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഭർത്താവ് വീട്ടിലുള്ളപ്പോഴെപ്പോഴും നേരത്തെ കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് മാത്രമേ ഭർത്താവിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടാവൂ. ഭർത്താവ് കാണുന്ന സന്ദർഭത്തിൽ സൗന്ദര്യമല്ലാതെ കാണാൻ ഇടവന്നുകൂടാ. അങ്ങനെ നിയമം. ഇത് ആരാന്റെ മുമ്പക്ക് പോകുമ്പോ നല്ല സാരി എടുത്ത് 4000-ന്റെ 5000-ന്റെ സാരി എടുത്ത് 5000-ന്റെ സാരി 8000-ന്റെ സാരി ഇതെല്ലാം എടുത്ത് അങ്ങനത്തെ ഒരു പണി ആണുങ്ങളാരും ചെയ്യൂല. നമ്മളെ കുപ്പായത്തിനും തുണിക്കൊക്കെ ആകെ തൂക്കി വിറ്റാല് ആകെ വില കൽപ്പിച്ചാൽ എത്ര ഉണ്ടാവുക? എത്ര വലിയ ആളെ ഡ്രസ്സിനും 1000 റുപ്യേനെ മേലെ പോകാൻ പ്രയാസ. 5000-ന്റെയും 6000-ന്റെയും സാരി ഉടുത്ത് വിലപിടിപ്പുള്ള പെർഫ്യൂം സുഗന്ധങ്ങൾ ഉപയോഗിച്ച് കണ്ണിൽ സുറുമയെഴുതി മുടി ചീകി വൃത്തിയാക്കി ശരീരത്തിന്റെ പല ഭാഗങ്ങളും പ്രദർശിപ്പിച്ചുകൊണ്ട് അണിഞ്ഞൊരുങ്ങി കുടുങ്ങി പോകുന്ന സഹോദരിമാർ അന്യവന്റെ ആരാന്റെ കണ്ണിന് സുഖം നൽകുന്നു, കാമവെറിയന്മാരുടെ കണ്ണുകൾക്ക് സമാധാനം കൊടുക്കുന്നു, അന്യവന്റെ കണ്ണുകൾക്ക് ആസ്വാദനം കൊടുക്കുന്നു. സ്വന്തം ഭർത്താവിന്റെ മുമ്പിലെത്തിയാൽ മീ മണക്കടെ ഒരു മാക്സി ഉണ്ടാവും, ആ മാക്സി തന്നെ എപ്പോഴും അടുത്തുകൂടെയാണ് പോവാൻ അങ്ങോട്ട് വരിക. അപ്പൊ തന്നെ സാന്നിധ്യം വിളിച്ചറിയിച്ചുകൊണ്ട് അവരിലും പോകും. അത് പാടില്ല. ഈ ബന്ധം എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാരണം കൊണ്ടാകില്ല. നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു മണം ഒരിക്കൽ അനുഭവിച്ചാൽ മതി, എന്തോ മനസ്സിൽ വെറുപ്പ് കയറും. പിന്നെ അത് കണ്ട് യോജിച്ചിട്ടാൻ വലിയ പേടിയാണ് അല്ലേ? മനുഷ്യന്റെ മനസ്സ് വെറുത്തു പോകും. നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് കണ്ടില്ലേ, നമ്മൾ അപ്പുറത്തപ്പുറത്തുള്ളവനെ മണക്കുകയാണെങ്കിൽ നമ്മൾ നിൽക്കാത്ത ഒരു ഒവും ഉണ്ടാവില്ല. റമളാൻ മാസമായ പല്ലേക്കാൻ തന്നെ പാടില്ല എന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. ഓല് എന്ന് അറിയുമ്പോൾ ഇപ്പുറത്തുള്ള ബോധം കടലോടും. മണമെന്ന് പറഞ്ഞ് സഹിക്കാൻ കഴിയില്ല, ദുർഗന്ധം. അതുകൊണ്ട് എപ്പോഴും വായ വൃത്തിയാക്കി സുഗന്ധം മാത്രമല്ലാതെ നിന്റെ മുമ്പ് ഭർത്താവിനിക്ക് മണക്കാൻ ഇടവന്നുകൂടാ. കാരണം മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഊഷ്മളത ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ട് കുറഞ്ഞു പോകും. കാണുമ്പോഴൊക്കെ സൗന്ദര്യം വേണം. ഭർത്താവിനിക്ക് നിന്നെ പുച്ഛമായി തോന്നുന്ന അവസ്ഥയുണ്ടാവരുത്. എപ്പോഴും ഭർത്താവിന്റെ മുമ്പിൽ സൗന്ദര്യം നിലനിർത്താൻ ശ്രമിക്കണം. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്സൽഖാ വൽ മർഹാ. സൽഖാ മർഹാ എന്നീ 2 വിഭാഗം പെണ്ണുങ്ങളെ റസൂലുള്ളാഹി ശപിച്ചിരിക്കുന്നു. സൽഖാ മർഹാ എന്നീ 2 വിഭാഗത്തെ അല്ലാഹുവിന്റെ റസൂല് ശപിച്ചിട്ടുണ്ട്. സൽഖാ മർഹാ എന്താ ഇതിനർത്ഥം? സൽഖാ എന്ന് പറഞ്ഞാൽ അല്ലത്തി ലാ തഖ്തലിബു, ഭർത്താവിന് വേണ്ടി കയ്യിൽ മൈലാഞ്ചി അണിയാത്ത പെണ്ണ്. ഭർത്താവിന് വേണ്ടി കയ്യിൽ മൈലാഞ്ചി അണിയാത്ത പെണ്ണിനെ അല്ലാഹുവിന്റെ റസൂല് ശപിച്ചിരിക്കുന്നു. അതുപോലെ വൽ മർഹാഇനെ അള്ളാന്റെ റസൂല് ശപിച്ചിരിക്കുന്നു. മർഹ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ മുമ്പിൽ കണ്ണിൽ സുർമയെയ്താത്ത പെണ്ണ്, ഭർത്താവിന് വേണ്ടി മൈലാഞ്ചി അണിയാത്ത, ഭർത്താവിന് വേണ്ടി കണ്ണിൽ സുർമയിടാത്ത പെണ്ണിനെ അള്ളാന്റെ റസൂല് ശപിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഒരു പെണ്ണ് കയ്യിൽ മൈലാഞ്ചിയിട്ടാൽ, ഭർത്താവുള്ള പെണ്ണ് കയ്യിൽ മൈലാഞ്ചിട്ടാൽ പരലോകത്ത് പ്രതിഫലം കിട്ടുന്ന സ്വാലിഹായ അമലാണ്. ഒരു ഭർത്താവുള്ള പെണ്ണ് കണ്ണിൽ സുറുമയിട്ടാൽ പരലോകത്ത് കൂലി കിട്ടുന്ന ഇബാദത്താണ്. കാരണം തന്റെ ഭർത്താവിനെ സന്തോഷിപ്പിച്ച് തന്റെ ഭർത്താവിന്റെ ശ്രദ്ധ മുഴുവനും എന്നെക്കൊള്ള തന്നെയാവണം. ഒരു അന്യ പെണ്ണിലേക്ക് എന്റെ ഭർത്താവിന്റെ കണ്ണു പോവാൻ പാടില്ല. അന്യ നോട്ടത്തെ തൊട്ട് എന്റെ ഭർത്താവിന്റെ കണ്ണിനെയും മനസ്സിനെയും കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത എനിക്കുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സുറുമയെഴുതുകയും കയ്യിൽ മൈലാഞ്ചിടുകയും ചെയ്താൽ അത് സ്വാലിഹായ അമലാണ്, പരലോകത്തിൽ പ്രതിഫലം കിട്ടുന്ന അമലാണ്. അത് ചെയ്യാത്തവരെ റസൂലുള്ളാഹി ശപിച്ചിരിക്കുന്നു.